ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് തീരാത്തത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ റീഡിങ്ങിൽ നിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ, നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വ്യക്തി വളരെയധികം മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്ന് തന്നെ ഇവിടെ പറയാനായിട്ട് നമുക്ക് പറ്റും. അതായത് ഈ വ്യക്തിയുടെ തോന്നലുകളാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്നുള്ള ചോദ്യം ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് നിങ്ങൾ ചിലപ്പോൾ വല്ല നുണകൾ പറഞ്ഞിട്ടുണ്ടാവാം, അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ നിനക്ക് ചേർന്നതല്ലേ എന്നൊക്കെയുള്ള ചിന്തകളാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പോൾ ഈ വ്യക്തിയുടെ ആ ഒരു സെൽഫ് വർത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ ഒരു സിറ്റുവേഷൻ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നേരിൽ കാണാനോ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതായത് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്കിടയിൽ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയോട് എപ്പോഴും നുണ പറയുന്നു എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിക്ക് വരുന്നത്. അതായത് ഈ വ്യക്തി പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും ഇഷ്ടമല്ല, വെറുതെ ഒരു ടൈം പാസിന് കൊണ്ട് നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് ഓവർ തിങ്കിങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ കുറേ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് പോയിട്ട് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ വരെ ഈ വ്യക്തി ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ശരി ഏതാണ് തെറ്റേതാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഇവിടെ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് കാർഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങളോട് കാർഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിയോട് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഈ വ്യക്തി ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി എന്ത് വിചാരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു നുണയായിരിക്കാം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പറയുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഈ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നില്ല എന്നായിരിക്കാം, പക്ഷേ ഈ വ്യക്തിക്ക് അത് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നുണ്ട്. ഈ വ്യക്തി അതുകൊണ്ട് തന്നെ ഈ വ്യക്തി കുറേ വിഷമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത് എന്നാലോചിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളാണെങ്കിൽ സാഹചര്യം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കാം. ബട്ട് ഈ വ്യക്തി അങ്ങനെയല്ല കാര്യങ്ങൾ എടുക്കുന്നത്. അതായത് നിങ്ങൾ കാര്യങ്ങൾ എങ്ങനെയാണോ ചിന്തിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കില്ല ഈ വ്യക്തി ആ ഒരു കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ആദ്യമൊക്കെ ഈ വ്യക്തി വേണമെങ്കിൽ നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കൂല. അപ്പോൾ ഇത് പതിയെ ശരിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു കർമാറ്റിക് സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് ഈ വ്യക്തിക്ക് വീണ്ടെടുക്കാനായിട്ട് വീണ്ടും സാധിക്കണം, അങ്ങനത്തെ ഒരു സാഹചര്യം വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഹോണസ്റ്റായിട്ട് ഈ വ്യക്തിയോട് മാപ്പ് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മെയിനായിട്ടും ഈ ഒരു ഇത് ചോയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി കരിയറിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് കരിയറിൽ മുന്നേറുന്നത്. പക്ഷേ ഇവിടെ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയെ തട്ടിയെടുത്ത് കൊണ്ടുപോകാനായിട്ട് ഒരു വ്യക്തി നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് ആ ഒരു വ്യക്തിയുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയെ തട്ടിയെടുത്ത് കൊണ്ടുപോവുക. അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഈ വ്യക്തി അതായത് ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്നത്
തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമാണ്. അല്ലാണ്ട് പ്യുവർ ഒരു സ്നേഹം അങ്ങനെ ഒന്നും അവിടെ കാണുന്നില്ല. അതായത് നിങ്ങളുടെ വ്യക്തിക്കും ഈ തേർഡ് പാർട്ടിയോട് വലിയ സ്നേഹമൊന്നുമില്ലെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി കുറേ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതായത് ഈ വ്യക്തിയെ തട്ടിയെടുക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചുറ്റിനും നടന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അതിലൊന്നും ഈ വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ആയാലും നിങ്ങളെ തന്നെ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ കാര്യങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റി വീണ്ടും ഒന്നിക്കാൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ആഗ്രഹം. പക്ഷേ ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിലാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു ബെനിഫിറ്റ്, അതായത് കരിയറിൽ ചിലപ്പോൾ ബെനിഫിറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ബെനിഫിറ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ഈ ഒരു തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ അവിടെ മാറി നിന്നിട്ട് എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ തന്നെ ഈ വ്യക്തിയോട് പോയി സംസാരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് ഒട്ടും വൈകിക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതായത് വളരെ സത്യമായ രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയോട് പറയുക എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്തെങ്കിലും മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വ്യക്തിയോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തുറന്ന് പറയുക. അല്ലെങ്കിൽ എനിക്കത് പറയാൻ പറ്റില്ല, എനിക്കതിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് നമ്മളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു സത്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ഈ വ്യക്തി ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യം അങ്ങനെയാണെന്ന് മാത്രം ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പോകാനായിട്ട് ഒരാഗ്രഹം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയെ പതിയെ അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുന്നതോടുകൂടി, അതായത് ഈ വ്യക്തിക്ക് വീണ്ടും നിങ്ങളെ വിശ്വാസം വരണം. ഓക്കെ, ആ ഒരു ട്രസ്റ്റ് പോയി, അപ്പോൾ വീണ്ടും ആ ഒരു വിശ്വാസം തിരിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർമാറ്റിക് സിറ്റുവേഷൻ തന്നെയാണത്. ഓക്കെ, അപ്പോൾ അതിനെ വേറെ തിരിച്ച് ഇങ്ങനെ വേറെ വളച്ചൊടിച്ച് വേറെയിലോട്ട് പോവേണ്ട ആവശ്യമില്ല. അതായത് തേർഡ് പാർട്ടി അവിടെ വരും, അത് പൊയ്ക്കോളും. ഓക്കെ, ഈ വ്യക്തിക്ക് ആ ഒരു തേർഡ് പാർട്ടിയിലോട് ഒരു താല്പര്യവും ഇല്ല ഇത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആക്കണം. ഓക്കെ, എന്നാലേ നിങ്ങളുടെ ആ ഒരു പ്രണയ ബന്ധത്തിൽ നല്ലൊരു മൊമെൻറ്റ്സൊക്കെ വരത്തുള്ളൂ. അതായത് നല്ല രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ വിഷമിക്കൊന്നും വേണ്ട, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ ഈ വ്യക്തിയുമായിട്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിട്ട് കളയുക. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള ഒന്നും ചിന്തിക്കാതെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.